ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1201 2026 വിഷു, അതായത് വരുന്ന മാസം ഏപ്രിൽ 15 ബുധനാഴ്ചയാണ്. ഈ പുതുവർഷത്തിൽ നിങ്ങളെ തേടിയെത്തുന്നത് സവിശേഷമായ ഒരു യോഗമാണ്. മഹാഗ്രഹ സംയോഗമാണ് വരുന്നത്. 2026 ഏപ്രിൽ 14 അഥവാ വിഷു നാളിൽ സൂര്യൻ മേടം രാശിയിലേക്ക് എത്തുന്നതാണ്. അതുപോലെ ഏപ്രിൽ 30 ബുധനും മെയ് 11 ചൊവ്വയും മേടം രാശിയിലേക്ക് എത്തുന്നതാണ്. ഇതോടെയാണ് മഹാഗ്രഹ സംയോഗം രൂപപ്പെടുന്നത്. ഞാൻ ഈ പറയുന്ന രാശികളിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് മഹാഗ്രഹ സംയോഗത്തിലൂടെ ഇവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങളും ജീവിതത്തിൽ പല രീതിയിലുള്ള അപ്രതീക്ഷിത മാറ്റങ്ങളും വന്നു ചേരുന്നതാണ്. അതുപോലെ ബിസിനസ്സിൽ അനുകൂലമായ മാറ്റങ്ങളും വന്നു ചേരും. കുടുംബത്തിൽ വളരെ വലിയ സന്തോഷവും സമാധാനവും വന്നെത്തും. വലിയ വലിയ സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ രാശിക്കാരായ ആളുകളെ കാത്തിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 12 നക്ഷത്ര ജാതകർ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് കുതിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ രാജയോഗം തുടങ്ങുന്നു. 2026 സമ്പൂർണ്ണ വിഷുഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. ഏറെ കാലമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ടാകുന്ന വർഷമാണ്. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കും. സാമ്പത്തികമായ നിങ്ങളുടെ നില വളരെയധികം മെച്ചപ്പെടുന്നതാണ്. കുടുംബജീവിതം വളരെ വലിയ സന്തോഷകരമാകും. അതുപോലെ നിങ്ങളുടെ സ്വപ്നമായിരുന്ന പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനോ അതുമല്ലെങ്കിൽ പുതിയ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനോ സാധിക്കുന്നതാണ്. ചിലർക്ക് വാഹന സൗഭാഗ്യമുണ്ടാകും. ചിലർക്ക് സൽസന്താന ഭാഗ്യമുണ്ടാകും. പൊതുവെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്ന വർഷമാണ്. നിങ്ങളെ ഇതുവരെ തള്ളിപ്പറഞ്ഞ ആളുകളെല്ലാം തന്നെ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരുന്ന വർഷമാണ്. അതായത് മേടരാശിക്കാരായ ആളുകൾ ഇനി പന പോലെ വളരുവാൻ പോകുന്നു. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ഇടവ രാശിക്കാരായ നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ്. വർഷത്തിൻ്റെ ആരംഭം വളരെ കൂടുതൽ മികച്ചതായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ദൈവാധീനം കുറയുന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തേണ്ട സമയമാണിത്. പ്രത്യേകിച്ചും പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ശ്രമിക്കേണ്ടതായി വരും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അതുപോലെ തന്നെ വലിയ ചെലവുകളും നിങ്ങൾക്കുണ്ടാകുന്ന കാലമാണ്. പ്രവർത്തന രംഗത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടും. എന്നിരുന്നാലും എല്ലാവിധ കാര്യങ്ങൾക്കും ആവർത്തിതമായ ശ്രമങ്ങൾ ആവശ്യമായി വരുന്ന വർഷമാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മിഥുന രാശിക്കാർക്ക് ഈ വർഷം വളരെ മികച്ച വർഷമാണ്. സാമ്പത്തികമായി നിങ്ങളുടെ നില വളരെയധികം മെച്ചപ്പെടും. തൊഴിൽ രംഗത്തെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ്. ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും മികച്ച അംഗീകാരങ്ങൾ ലഭിക്കുന്ന വർഷമാണ്. പൊതുവെ ഈശ്വരാധീനമുള്ള വർഷമായതിനാൽ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടന്നു കിട്ടുന്ന വർഷമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഇതുവരെ വന്നിരുന്ന അനാവശ്യമായ ചെലവുകളെല്ലാം തന്നെ ഇനി മുതൽ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതാണ്.
പല കാര്യങ്ങളും മന്ദഗതിയിലാകും. സാമ്പത്തികമായ ക്ലേശങ്ങളും നിങ്ങളെ അലട്ടുവാൻ ഇടയുള്ള വർഷമാണ്. അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടും. പ്രണയിക്കുന്ന ആളുകളുടെ ജീവിതം കൂടുതൽ ഊഷ്മളമാകും. പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. കുടുംബജീവിതം എല്ലാ രീതിയിലും സന്തോഷകരമായി മാറും. പുണ്യകർമ്മങ്ങളോട് താല്പര്യം വർദ്ധിക്കുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്ന വർഷം കൂടിയാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാരായി നിങ്ങൾ വളരെ കാലമായി കാത്തിരുന്ന ചില കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകും. വർഷത്തിൻ്റെ ആരംഭം വളരെ ഗുണകരമല്ലെങ്കിലും പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ വറുതിയിലാകുന്നതാണ്. നിങ്ങൾ പുതിയതായി തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം ആദ്യ 2 മാസങ്ങളിൽ ആരംഭിക്കുന്നതാണ് ഉത്തമം. ചെലവുകൾ വർദ്ധിക്കും. ചിലർക്ക് സ്ഥലം മാറ്റത്തിനും സാധ്യതയുണ്ട്. പങ്കാളിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. നിങ്ങളുടെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ഏറെ കാലമായി പരിശ്രമിക്കുന്ന പല കാര്യങ്ങളും സഫലമാകുന്ന വർഷമാണ്. കുടുംബ സ്വത്ത് ഭാഗം ചെയ്ത് കിട്ടുന്നതാണ്. ബിസിനസ് ലാഭകരമാകും. നിങ്ങളുടെ പങ്കാളിയെ കൊണ്ട് പല രീതിയിലുള്ള നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും വരുമാനത്തിൽ വർധനവുണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ്. ആരോപണങ്ങളും അപവാദങ്ങളും കേൾക്കുവാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്നും ഉറപ്പായി വിട്ടു നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ കാൽഭാഗം. വർഷത്തിൻ്റെ തുടക്കത്തിൽ കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുവാനും സാധ്യതയുള്ള കാലമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ സന്താന ഭാഗ്യത്തിനും യോഗമുള്ള സമയമാണ്. ചെയ്യുന്ന എല്ലാ ബിസിനസ്സിലൂടെയും ലാഭം പ്രതീക്ഷിക്കാം. എതിരാളികളെ വശത്താക്കുവാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി നില വളരെയധികം തൃപ്തികരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന മുക്കാൽ ഭാഗം, അനിഴം തൃക്കേട്ട. വർഷത്തിൻ്റെ തുടക്കത്തിൽ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കും. എന്നാൽ പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതാണ്. ഈശ്വരാനുകൂല്യവും ഭാഗ്യവും കൊണ്ട് എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടും. വരുമാനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. പേരും പെരുമയും വർദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ചും മക്കളുടെ നേട്ടത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കുന്നതാണ്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യത്തിനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ എല്ലാ രീതിയിലും സമാധാനം പുലരുന്ന വർഷമാണ്. അടുത്തത് ധനുരാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. വർഷത്തിൻ്റെ ആരംഭത്തിൽ കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും പിന്നീട് പല കാര്യങ്ങൾക്കും വളരെ വലിയ തടസ്സമുണ്ടാകുവാനും സാമ്പത്തികമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റമുണ്ടാകും. വാഹനത്തിനു വേണ്ടിയുള്ള ധാരാളം ചെലവുകൾ വർദ്ധിക്കും. ധാരാളം യാത്രകളും ആവശ്യമായി വരുന്ന കാലമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ വലിയ ശ്രദ്ധ ആവശ്യമാണ്. മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുവാൻ ഇടയുള്ള കാലം കൂടിയായതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് വളരെ വലിയ ഗുണകരമാകും. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വർഷാരംഭം അത്ര നല്ല മികച്ചതല്ലെങ്കിലും പിന്നീട് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അവിവാഹിതരുടെ വിവാഹം നടന്നു കിട്ടുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയും. സാമ്പത്തികമായ ക്ലേശങ്ങൾ പരിഹരിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് മാറുന്നതാണ്. ഈശ്വര ആനുകൂല്യമുള്ള കാലമായതിനാൽ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം നടന്നു കിട്ടും. കുടുംബജീവിതം വളരെ വലിയ സന്തോഷകരമായി മാറുന്നതാണ്. സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി നില നിങ്ങളുടെ വളരെ തൃപ്തികരമായി ഭവിക്കുന്ന കാലം കൂടിയാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം.
കുംഭരാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികമായി വളരെ വലിയ ഞെരുക്കമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതാണ്. സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും ഈ വർഷം വലിയ ഗുണകരമല്ല. അസുഖങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ കഴിയേണ്ടി വരുവാൻ ഇടയുള്ള കാലമാണ്. എല്ലാ രീതിയിലും കാര്യങ്ങൾ നിറവേറുവാനായി പല പ്രാവശ്യം പരിശ്രമിക്കേണ്ടതായി വരും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റ സാധ്യതയുണ്ട്. ഈശ്വരാനുകൂല്യം കുറഞ്ഞ കാലമായത് കൊണ്ട് തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനരാശിക്കാരായ നിങ്ങൾക്ക് വീട് നിർമ്മാണം വളരെ വലിയ രീതിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. സന്താന ഭാഗ്യം തെളിയുന്നതാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അധികാര ലബ്ധിയുണ്ടാകും. പ്രത്യേകിച്ചും ഉന്നത വ്യക്തികളുടെ സഹായം തേടുവാനും സാധിക്കുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ വർഷം വിജയം ഉറപ്പാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ അലസത കൂടുതലായി തോന്നുവാൻ ഇടയുള്ള കാലമാണ്. ചിലർക്ക് ദൂരദേശത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. അതുപോലെ പുതിയ വാഹനം സ്വന്തമാക്കുവാനും സാധിക്കുന്ന വർഷമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.